ഹരേ കൃഷ്ണ. ഇപ്പോൾ ചർച്ചയിൽ നിറഞ്ഞു നിൽക്കുന്നത് ജീവമാതാ ചാരിറ്റബിൾ ട്രസ്റ്റ് നടത്തുന്ന ഉദയഗിരിജയും അവരുടെ മക്കളും മരുമക്കളും ഒക്കെയാണല്ലോ. അവർ നടത്തുന്ന അനാഥാലയത്തിൽ വൃദ്ധർക്കും കുട്ടികൾക്കുമൊക്കെ വളരെയേറെ നരകയാതനകൾ അനുഭവിക്കേണ്ടി വന്നു. നല്ല മനുഷ്യർ കാരുണ്യം കൊണ്ട് ഭക്ഷണവും വസ്ത്രവും പണവും തുടങ്ങി അവർക്ക് വേണ്ട കാര്യങ്ങൾ സ്പോൺസർ ചെയ്യും. പക്ഷേ അത് അവരിലെത്തുന്നുണ്ടോ എന്ന് അന്വേഷിക്കില്ല. നമ്മൾ കടമ കഴിക്കുന്നത് പോലെ ചെയ്യുന്നു. എന്നാൽ ഇതിൻ്റെ നടത്തിപ്പുകാർ ഈ പണം കൊണ്ട് സ്വത്ത് വാങ്ങിക്കൂട്ടുന്നു. മാത്രമല്ല രാഷ്ട്രീയക്കാരെ ഇവർ വിലയ്ക്ക് വാങ്ങുന്നു. അത് കാരണം ഈ സ്ഥാപനങ്ങളിൽ എന്ത് അനീതി നടന്നാലും ആരും ഒരു ചെറു വിരൽ പോലും അനക്കില്ല. കോഴിക്കോടുള്ള ഒരു അനാഥാലയത്തിൽ എനിക്കും ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. അത് ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയാം. ഇനി വീടും കുടുംബവും ഒക്കെയായി ഒരു കാലത്ത് നന്നായി ജീവിച്ച് വന്നവരാണവർ. വാർദ്ധക്യത്തിലെത്തുമ്പോൾ, അതായത് ഇനി അവരെ കൊണ്ട് ഒരു ഉപകാരവുമില്ലെന്ന് കാണുമ്പോൾ പുറത്താക്കപ്പെടുന്ന പാവം മനുഷ്യർ. ദൈവത്തിന് വേണ്ടാത്തവരാണോ അവർ? അല്ല. ചെയ്തു പോയ എന്തൊക്കെയോ പാപങ്ങളെ കൊണ്ട് ദുരിതങ്ങൾ അനുഭവിക്കുന്നവർ. അവരുടെ മക്കൾ ചെയ്യുന്നതും അതിനേക്കാളേറെ പാപം. അതവർ അറിയുന്നില്ല. പ്രായമാവുന്ന ചില മാതാപിതാക്കൾക്ക് കൂടെയുള്ളവരെ വെറുപ്പിക്കുന്ന സ്വഭാവമൊക്കെ ഉണ്ടാവാം. വായിൽ വരുന്നതൊക്കെ വിളിച്ചു പറയുന്നവരായിരിക്കാം. അങ്ങനെയൊക്കെ ഉള്ളവരുണ്ട്. അത് ചിലപ്പോൾ അവർ കടന്നു വന്ന സാഹചര്യങ്ങളെ കൊണ്ടാവാം അവർ അങ്ങനെയൊക്കെ ആയിപ്പോയത്. എന്നാൽ അവരുടെ മക്കൾ ചെറുപ്പമല്ലേ? അവർ വളർന്ന കാലഘട്ടത്തിലാണോ മക്കൾ വളർന്നത്? അല്ലല്ലോ. അവർക്ക് ആ കാലഘട്ടത്തിൽ കിട്ടിയതിനേക്കാൾ അറിവ് ഇന്നത്തെ സാഹചര്യത്തിൽ കിട്ടുന്നില്ലേ? നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ നല്ലതാണോ ചീത്തയാണോ എന്ന് തിരിച്ചറിയാൻ സാധിക്കില്ലേ? നല്ല കർമ്മത്തിനും ചീത്ത കർമ്മങ്ങൾക്കും എന്തൊക്കെ അനുഭവങ്ങൾ ഉണ്ടാവുമെന്നും നമ്മൾക്ക് നന്നായി മനസ്സിലാവുന്ന കാലഘട്ടമാണിത്. കാരണം സോഷ്യൽ മീഡിയ വളർന്ന ഈ കാലഘട്ടത്തിൽ ധാരാളം നമ്മൾ കാണുന്നുണ്ട് പലരുടെയും അനുഭവം. വൃദ്ധരായ എല്ലും തോലുമായ ആ പാവം മാതാപിതാക്കളെ വീഡിയോയിൽ കണ്ടവർക്കൊക്കെ വേദനയുണ്ടായി. എന്നാൽ അവരെ പെറ്റു വളർത്തിയ ആ മക്കളുടെ ഹൃദയം എന്താ കല്ലാണോ? എൻ്റെ അഭിപ്രായത്തിൽ ഇതൊക്കെ കണ്ടിട്ടെങ്കിലും ഇനിയുള്ള മാതാപിതാക്കളെങ്കിലും നമ്മുടെ അവസാന കാലഘട്ടത്തിലേക്ക് പണം സമ്പാദിച്ചു വെക്കണം. അതെ, നമ്മുടെ രക്ഷയ്ക്ക് അതുമാത്രമേ ഉണ്ടാവുകയുള്ളൂ. ഇങ്ങനെ അടിമകളെപ്പോലെ വീട്ടുവേല ചെയ്ത് മക്കളുടെയും മരുമക്കളുടെയും പേരക്കുട്ടികളുടെയും അടിയും ചവിട്ടുമേറ്റ് കിടക്കല്ലേ. സിനിമാ നടി ഷീല പണ്ട് ഒരഭിമുഖത്തിൽ പറഞ്ഞത് കേട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് 2 കുട്ടികളാണെങ്കിൽ 3 കുട്ടികൾക്കുള്ളത് സമ്പാദിക്കുക. ഈ 3ാമത്തെ കുട്ടിയെ മാത്രമേ നിങ്ങൾക്ക് ഉപകാരത്തിൽ ഒതുങ്ങൂ എന്ന്. അതായത് 2 മക്കൾക്ക് ചിലവഴിക്കുമ്പോൾ 3 കുട്ടികളുണ്ട് എന്ന് വിചാരിച്ച് ചിലവഴിക്കൂ. ആ 3ാമത്തെ കുട്ടിക്ക് വേണ്ടി ചിലവഴിക്കുന്നത് എടുത്തു വെക്കുക. അതേ അവസാനം ഉപകരിക്കുകയുള്ളൂ. ഇനി കോഴിക്കോട് വൃദ്ധസദനത്തിൽ എനിക്കുണ്ടായ അനുഭവം പറയാം. വർഷങ്ങൾക്ക് മുമ്പ് ഭക്ഷണം കൊടുക്കാനുള്ള അനാഥർക്ക് ഭക്ഷണം കൊടുക്കാനുള്ള ആഗ്രഹം കൊണ്ട് അവിടെ പോയി അന്വേഷിച്ചു. അപ്പോൾ അവർ പറഞ്ഞു കുറേ ദിവസത്തേക്ക് ബുക്കിംഗ് ആണ്, ഇപ്പോഴൊന്നും കൊടുക്കാൻ പറ്റില്ല എന്ന്. പക്ഷേ ഞങ്ങളുടെ ആഗ്രഹം മോൻ്റെ പിറന്നാളിൻ്റെ അന്ന് കൊടുക്കാനായിരുന്നു. അത് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു ബ്രേക്ക്ഫാസ്റ്റ് കൊടുക്കാം. അത് ഞങ്ങൾക്ക് സമ്മതമായിരുന്നു. പക്ഷേ അന്ന് ഞങ്ങൾക്ക് വരാൻ സാധിക്കില്ല. കാരണം മോൻ്റെ പിറന്നാളിൻ്റെ തലേ ദിവസം ഗുരുവായൂരപ്പൻ്റെ അടുത്ത് എല്ലാ വർഷവും മുടങ്ങാതെ പോവാറ്. അപ്പോൾ ഞങ്ങൾ ഉണ്ടാവില്ല. നിങ്ങൾ കൊടുത്തോളൂ എന്ന് പറഞ്ഞു. ഞങ്ങൾ പണം അടച്ചു. അതിൻ്റെ മുമ്പ് ഞങ്ങൾ എന്താണ് കൊടുക്കാറ് എന്ന് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു ബ്രെഡും ചെറുപയർ കറിയുമാണെന്ന്. എന്നാൽ ചേഞ്ച് ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞങ്ങൾ പറഞ്ഞു ബ്രെഡും പയർ കറിയും വേണ്ട, അപ്പമല്ല ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാൻ പറഞ്ഞു. അവർ ഓക്കെ എന്ന് പറഞ്ഞു. അതിനുള്ള പണം അടച്ചു. പിറ്റേ ദിവസം ഞങ്ങൾ ഗുരുവായൂരിൽ പോയി. ഉച്ചയ്ക്ക് അവിടുന്ന് ഗുരുവായൂരിൽ നിന്ന് ഉച്ചയ്ക്ക് വിളിച്ചു, അന്വേഷിച്ചു അവർക്ക് കൊടുത്തോ എന്ന് ചോദിച്ചു. കൊടുത്തു എന്ന് പറഞ്ഞു. പണം അടയ്ക്കുമ്പോൾ ഉണ്ടായ ആളല്ല അപ്പോൾ അവിടെ ഉണ്ടായിരുന്നത്, ഫോൺ എടുത്തത്. ആ ഫോൺ എടുത്ത ആളോട് ചോദിച്ചു എന്താ അവർക്ക് കൊടുത്തത് എന്ന് ചോദിച്ചവൻ പറഞ്ഞു ബ്രെഡും പയർ കറിയുമെന്ന്. അത് കേട്ടപ്പോൾ ഹസ്ബൻഡിന് ദേഷ്യം വന്നു. അത് പറഞ്ഞിട്ടല്ലല്ലോ പണം അടച്ചത്, നിങ്ങളോട് ഇഡ്ഡലിയും സാമ്പാറും കൊടുക്കാനല്ലേ പറഞ്ഞത് എന്ന് അന്വേഷിച്ചു. ഇത് പ്രശ്നമാക്കുമെന്നൊക്കെ പറഞ്ഞപ്പോൾ അയാൾ സോറി പറഞ്ഞു, അബദ്ധം പറ്റിപ്പോയി എന്നൊക്കെ പറഞ്ഞു. അതിൻ്റെ അടുത്ത വർഷം ഞങ്ങൾ പുറത്ത് ഹോട്ടലിൽ ഏൽപ്പിച്ചു അപ്പവും കിഴങ്ങ് കറിയും. ആദ്യം പറഞ്ഞു അങ്ങനെ സാധിക്കില്ല, അങ്ങനെ പറ്റില്ല എന്ന് പറഞ്ഞു. പക്ഷേ പിന്നെ അവർ സമ്മതിച്ചു.
പുറത്തുനിന്ന് കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഹോട്ടലിൽ ഏൽപ്പിച്ചു. ഞങ്ങൾ തന്നെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് പോയി. ഞങ്ങൾ അവർക്ക് കൊടുത്തു. ഓരോ അമ്മമാർക്കും പാത്രങ്ങളിൽ വെച്ച് കൊടുത്തപ്പോൾ എന്തൊരു സന്തോഷമായിരുന്നു അവരുടെ മുഖങ്ങളിലെന്നറിയോ. അങ്ങനെ ഒരമ്മ ഒരു പാത്രം എക്സ്ട്രാ വെച്ചു. ആ എക്സ്ട്രാ വെച്ചപ്പോൾ 2 പാത്രം വെച്ചു അവർ. അപ്പോൾ ഇതിലുള്ള അവരുടെ ഒരു സ്റ്റാഫ് ആ അമ്മയോട് തട്ടിക്കയറി. എന്തിനാ 2 പാത്രം വെച്ചതെന്നൊക്കെ ചോദിച്ച് ദേഷ്യപ്പെട്ടു. അവർക്ക് വയറ് നിറച്ച് കഴിക്കാനുള്ളതായിരുന്നു ഞങ്ങൾ കൊണ്ടുപോയത്. എന്നാൽ ഈ സ്റ്റാഫുകൾ സമ്മതിക്കുന്നില്ല. എന്താണെന്ന് പിന്നെയാണ് മനസ്സിലായത്. അവർ പറഞ്ഞത് അവിടെ ഉള്ളവർക്ക്, ആ ഓഫീസിലുള്ളവർക്കും കൂടെ കഴിക്കണമെന്ന്. ഇവർ വീടുകളിൽ നിന്നല്ലേ വരുന്നത്, അല്ലെങ്കിൽ ആദ്യമേ പറയുക ഓഫീസിലുള്ളവർക്കും കൂടെ കണക്കാക്കി കൊണ്ടുവരണമെന്ന്. അതിന് കണക്കാക്കി കൊണ്ടുപോവില്ലേ? പക്ഷെ അവരത് പറഞ്ഞതുമില്ല. ഞങ്ങൾ 1 മാസത്തെ ലീവിന് വന്നതുകൊണ്ടും പിറ്റേ ദിവസം തിരിച്ച് കയറേണ്ടതുകൊണ്ടും പിന്നെ പ്രശ്നങ്ങൾക്കൊന്നും നിന്നില്ല. പ്രശ്നങ്ങളിലേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്ന ഭവിഷ്യത്തുകളെക്കുറിച്ച് ഓർക്കുമ്പോൾ എല്ലാവരും പിൻവലിയും. അത് കാരണം ഇങ്ങനെയുള്ളവർ സമൂഹത്തിൽ തടിച്ചു കൊഴുത്തു വരുന്നു. എന്തായാലും ഉദയഗിരിജയും മക്കളും മരുമക്കളും എല്ലാം ഒളിവിൽ പോയിരിക്കുന്നു. വമ്പന്മാർ അവരെ സംരക്ഷിക്കുന്നുണ്ടാവാം. ധാരാളം യൂട്യൂബേഴ്സ് ഇതിനെതിരെ ശബ്ദമുയർത്തിയതുകൊണ്ട് ചിലപ്പോൾ അറസ്റ്റ് എന്ന പ്രഹസനം നടത്തുമായിരിക്കും. മക്കളെ തെരുവിലേക്ക് എറിയുന്ന അച്ഛനമ്മമാരും അച്ഛനമ്മമാരെ തെരുവിലേക്ക് എറിയുന്ന മക്കളും ഉള്ളിടത്തോളം കാലം ഈ ക്രൂരതകൾ അരങ്ങേറിക്കൊണ്ടേയിരിക്കും.